അർമാൻ മുറിയുടെ ഡോറും അടച്ചു ലോക്കിട്ട് അല്ലുവിൻ്റെ അരികിലേക്ക് നടന്നു. അവൻ അവളുടെ അരികിൽ വന്നിരുന്നു. അവളുടെ അധരങ്ങളിലേക്ക് മുഖമടിപ്പിച്ചതും അവൾ അവൻ്റെ കവിളിലേക്ക് ആഞ്ഞു കടിച്ചു. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ നിലവിളിച്ചു പോയിരുന്നു. വേദന സഹിക്കാൻ പറ്റാതെ വന്നതും അവൻ എങ്ങനെയൊക്കെ അവളിൽ നിന്നുള്ള പിടിവിടുവിച്ചു. അപ്പോഴേക്കും അവൻ്റെ കണ്ണൊക്കെയും നിറഞ്ഞിരുന്നു. ഒരു നിമിഷം അവൻ പഴയ അർമാനാവുകയായിരുന്നു. കണ്ണൊക്കെ ചുവന്നു, ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകി. ഒരുവിധം അവൻ ദേഷ്യം നിയന്ത്രിച്ചു. അവളെ ഒന്ന് തുറച്ചു നോക്കി ഡോറും തുറന്ന് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൻ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ അവനെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു. അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ പുറത്തേക്ക് നടന്നു. ഡോർ തുറന്നതും മുന്നിൽ ആഷി നിൽക്കുന്നു. തൻ്റെ നിലവിലെ ആഷി കേട്ടിട്ടുണ്ടെന്ന് അവൻ്റെ ആ നിൽപ്പിലും നോട്ടത്തിലും വ്യക്തമാണ്. ചമ്മൽ മറയ്ക്കാൻ വേണ്ടി ഒന്നൊന്നൊരു ആറ്റിറ്റ്യൂഡ് ഇട്ട് ആഷിയെ തുറച്ചു നോക്കി ഒന്നും പറയാതെ മുന്നോട്ട് നടക്കുമ്പോൾ കവൾ നല്ലവണ്ണം നീറുന്നുണ്ടായിരുന്നു. അതെ, രാത്രിയിലേക്ക് ചപ്പാത്തി മതിയല്ലോ അല്ലേ? അതിനിടയിൽ പിന്നിൽ നിന്നും ആഷിയുടെ ആക്കിയുള്ള ചോദ്യം കേട്ട് അർമാന് ചൊറിഞ്ഞു വന്നതാണ്. പിന്നെ ദേഷ്യം നിയന്ത്രിച്ചു ഒന്ന് അമർത്തി മൂളി. നടക്കാൻ നേരം ദേ വന്ന അടുത്ത ചോദ്യം. അപ്പോഴേ വൈകുന്നേരത്തെ ചായക്കുള്ള കടിയോ? ആ ചോദ്യത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം മനസ്സിലായ അർമാൻ കയ്യിൽ കിട്ടിയ ഫ്ലവർ വേസ് എടുത്ത് എറിഞ്ഞപ്പോൾ ആഷി അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറി. അത് കണ്ട അർമാൻ പല്ല് ഞെരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയായിരുന്ന അർമാനെ അന്വേഷിച്ചു വന്നതാണ് അല്ലു. അവളുടെ വരവ് കണ്ടതും അവൻ കാണാത്ത മട്ടിൽ ഗാർഡൻ ബെഞ്ചിലിരുന്ന് എങ്ങോട്ടോ മിഴികളൂന്നിയിരുന്നു. അവൾ അവൻ്റെ അരികിൽ വന്നിരുന്ന് അവൻ്റെ വയറിലൂടെ കയറ്റ് ഇറകെ പുണർന്ന് അവൻ്റെ പുറം മേനിയിൽ മുഖം ചായച്ച് കിടന്നു. അവളുടെ പ്രവൃത്തി അവൻ്റെ ചുടിയിൽ പുഞ്ചിരി വിരിയിച്ചുവെങ്കിലും അവൻ മനഃപൂർവ്വം തിരിഞ്ഞു നോക്കിയില്ല. എന്താ മിണ്ടാത്തേ എന്നുള്ള അവളുടെ ചോദ്യം കേൾക്കാത്ത മട്ടിൽ അവൻ തൻ്റെ ഇരിപ്പ് തുടർന്നു. കുമാരൻ എന്നോട് പിണക്കാ? അവൾ വീണ്ടും ചോദിച്ചു. ഇത്തവണ അവനൊന്ന് അമർത്തി മൂളി. സോറി, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ഇനി ചെയ്യില്ല, പിങ്കി പ്രോമിസ്. അവൾ കൊച്ചുകുട്ടിയെപ്പോലെ പറയുന്നത് കേട്ടതും അവൻ്റെ ഉള്ളിൽ ചിരി വിരിഞ്ഞുവെങ്കിലും അവനൊന്നും മിണ്ടിയില്ല. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, പോരെ? പറ്റില്ല, അവൻ വിട്ടില്ല. പിന്നെ എനിക്ക് ഒരു ഉമ്മ തരണം. അർമാൻ അവസരം മുതലാക്കി. അവൻ്റെ ആ പറച്ചിലിൽ അവനിൽ നിന്നുള്ള അവളുടെ പിടി അയഞ്ഞിരുന്നു. അതിനാൽ അവൻ തിരിഞ്ഞു നോക്കി. എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തി നിൽക്കുന്നവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ടവൻ ചോദിച്ചതും അവൾ ഒന്നുമില്ലെന്ന പോലെ തലയനക്കി. ദേ നോക്കിക്കേ, എൻ്റെ കവിള് മൊത്തം നീ കടിച്ചു പറിച്ചു വെച്ചിരിക്കുക. എന്തോരം ചോര വന്നെന്നോ? ഈ താടി ഉള്ളതുകൊണ്ടേ കാണാത്തതാ. അർമാൻ തട്ടിവിട്ടു. ആണോ? അവൻ്റെ കവിളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. നല്ല വേദനയാ, അവൻ നിഷ്കുവായി പറഞ്ഞു. ഷോ, ഇനി എന്താ ചെയ്യുക എന്നുള്ള അവളുടെ ആ ചോദ്യം അവൻ മുതലെടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഒരു ഉമ്മ തന്നാൽ മതി, ശരിയായിക്കോളും എന്നും പറഞ്ഞ് അവൻ തൻ്റെ ചുണ്ട് കാട്ടിയതും അവളുടെ മുഖം വാടി. അതവൻ ശ്രദ്ധിച്ചിരുന്നു. നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്നുള്ള അവൻ്റെ ചോദ്യം കേട്ട് അവൾ ആണെന്ന പോലെ തലയനക്കി. എന്നാ പറ, എത്ര ഇഷ്ടമുണ്ട്? ഒരുപാട് ഇഷ്ടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ ആരാ? അർമാൻ ചോദിച്ചു. രാജകുമാരൻ അല്ലേ? രാജകുമാരൻ തന്നെയാ. നമുക്ക് ഈ രാജകുമാരനെ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? രാജകുമാരനെ കേൾക്കാനൊരു സുഖമില്ല. പ്രിൻസ് അതാകുമ്പോൾ ഒരു ഗുമ്മുണ്ട്. ഇനി അങ്ങനെ വിളിച്ചാൽ മതി, അർമാൻ പറഞ്ഞു. പ്രിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അവൾ നിഷ്കുവായി ചോദിച്ചു. അങ്ങനെ പറഞ്ഞ രാജകുമാരൻ എന്ന് തന്നെയാ, അവളുടെ കവിൾ കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ ഉണ്ടല്ലോ, നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. അതിനിടയിൽ അവൻ നൈസായി അവളുടെ കവിളിലൊരു ഉമ്മ കൊടുത്തു. പിന്നെ നിന്നെ എനിക്ക്... ബാക്കി പറയാതെ അവൻ അത്രയും പറഞ്ഞു നിർത്തി. പിന്നെ ബാക്കി പറ, അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. പിന്നെ ഒന്നുമില്ല, അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും, കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കീഴ്ചുണ്ടിൽ പതിയെ തലോടി. അതെ, പെട്ടെന്നൊരുമ തന്നെ, ഇല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും. ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവൾ അവന് നേരെ മുഖമടുപ്പിച്ചു. ആരാ ആ കുതിരക്കാരന്? കുതിരക്കാരൻ എന്നുള്ള അവളുടെ പറച്ചിലിൽ അവനിൽ ചിരിയുണർത്തി.
അയ്യോ, അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. അവൻ നിന്റെ ഇക്കാക്കല്ലേ. അവനൊരു പാവാണ്, എന്നെ പോലെ. അല്ല, എൻ്റെ അത്ര പാവമൊന്നുമല്ല. എന്നാലും അവന് നിന്നെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടേ നീ അവൻ ആഷിക്ക എന്ന് വിളിച്ചാൽ മതി. അർമാനത് പറഞ്ഞതും അവൾ തലയനക്കി. അപ്പോൾ ആഷിക്കയെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും പറ്റുമോ? അവൾക്ക് സംശയം. അത് പറ്റില്ല. നീ എന്നെ മാത്രം ഉമ്മ വെച്ചാൽ മതി. വേണേ വല്ലപ്പോഴും കെട്ടിപ്പിടിച്ചോ, വല്ലപ്പോഴും മാത്രം. അർമാനിൽ കുശുമ്പ് നിറഞ്ഞു. അവൾ ശരിയെന്ന പോലെ തലയനക്കി. അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അർമാനത് ചോദിച്ചതും ചോദിക്കുക എന്ന പോലെ അവൾ തലയനക്കി. അത് പിന്നെ, ശരിക്കും നിനക്ക് വട്ടാണോ അതോ വട്ടായി അഭിനയിക്കുകയാണോ? ഇനിയിപ്പോൾ എന്നോടൊരു മധുരപ്രതികാരം അല്ലല്ലോ അല്ലേ? സംശയത്തോടെയുള്ള അർമാൻ്റെ ചോദ്യം കേട്ട് അവൾ മനസ്സിലാവാത്ത മട്ടിൽ അവനെ നോക്കി. ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നമുക്ക് മാറ്ററിലേക്ക് വന്നാലോ? ചുമ്മാ ഒരു ഉമ്മ ഇങ്ങോട്ട് തന്നാട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുംബനം സ്വീകരിക്കാനായി കണ്ണും പൂട്ടി കാത്തിരുന്നു. മനസ്സില്ലാ മനസ്സോടെ അവൾ അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടടിപ്പിച്ചു. ഇതേ സമയം അതുവഴി പോകുകയായിരുന്ന ആഷി ഈ രംഗം കാണാനിടയായി. കണ്ണും ചീമി അല്ലുവിൻ്റെ ചുംബനത്തിന് കാത്തു നിൽക്കുന്ന അർമാൻ ഒരുതരം പേടിയോടെ അവനെ ചുംബിക്കാനൊരുങ്ങുന്ന അല്ലു. അത് ശരി, ഈ ഉമ്മച്ചനെ കൊണ്ട് തോറ്റു. മല മറിഞ്ഞാലും ഇതിനൊരു കുറവില്ല, സ്വയമേ പറഞ്ഞുകൊണ്ട് ആഷി അർമാനെ നേരെ പുച്ഛം വാരി വിതറി. ഡാ എന്നുള്ള അലർച്ച കേട്ടിട്ടാണ് ഇരുവരും അടർന്നു മാറുന്നത്. മുന്നിൽ നിൽക്കുന്ന ആഷിയെ കണ്ട് അല്ലു ചമ്മലോട് അർമാനോട് ഒട്ടിച്ചേർന്നിരുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. എന്താടാ? അർമാൻ ഈർഷ്യയോടെ തിരിച്ചു ചോദിച്ചു. തങ്ങളുടെ പ്രവൃത്തിക്ക് ഭംഗം സൃഷ്ടിച്ചതിൻ്റെ ദേഷ്യം അവൻ്റെ മുഖത്ത് പ്രകടമാണ്. അത് പിന്നെ ചപ്പാത്തിപ്പൊടിയില്ല, രാത്രിക്ക് പുട്ട് തന്നെ ആക്കിയാലോ എന്നുള്ള ആശയുടെ ചോദ്യം കേട്ട് അർമാൻ പല്ല് ഞെരിച്ചുകൊണ്ട് അവനെ നോക്കി. വേണ്ടല്ലേ, എന്നാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള ആശയുടെ ചോദ്യം കേട്ട് അർമാൻ അല്ലുവിനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി ആശയെ ലക്ഷ്യം വെച്ച് നീങ്ങിയതും അവൻ്റെ പ്രവൃത്തി മുൻകൂട്ടി കണ്ട ആശ ഒരൊറ്റ ഓട്ടമായിരുന്നു. അവനെ പിടിക്കാനെന്ന പോലെ പിന്നാലെ അർമാനും ചെന്നു. രണ്ടും കൂടി അവിടെ ഓട്ട മത്സരം നടത്തി. ഒടുവിൽ ആശയെ തോൽവി സമ്മതിച്ചു. അർമാനെ പിടികൊടുത്തു. ഡപ്പരട്ടെ, നിനക്കെന്താണ് ഇവിടെ കാര്യം? ആശയുടെ കോളറിൽ പിടുത്തമിട്ടുകൊണ്ട് കൃത്രിമ ദേഷ്യത്തോട് അർമാൻ ചോദിച്ചു. എന്താ കാര്യമെന്നോ? എട്ടും പൊട്ടും തിരിയാത്ത നട്ട് ലൂസായ കൊച്ചിനെ വഴിപിഴപ്പിക്കാനേ ഞാൻ സമ്മതിക്കില്ല. അവൾ എൻ്റെ പെങ്ങളാ. തിരികെ ആശ അവൻ്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ അവൾ എൻ്റെ പെണ്ണാ, ഞാൻ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിയ പെണ്ണ്. അർമാനും വിട്ടുകൊടുത്തില്ല. വലിയ കാര്യമായിപ്പോയി. ബോധമില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് നീയല്ലേ പറഞ്ഞത് നിനക്കൊന്നും ഓർമ്മയില്ലെന്ന്? അത് പിന്നെ ആ രാത്രിയിലെ കാര്യങ്ങളല്ലേ, അതൊഴികെ ബാക്കിയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ലാതെയും ഞാൻ അവളെ... അർമാൻ വാക്കുകൾ മുഴുവനാക്കില്ല. എന്തോന്ന് കുന്തം. തിരികെ ആശയുടെ കഴുത്തിന് പിടിച്ചുകൊണ്ട് അർമാൻ പറഞ്ഞു. ഇരുവരുടെയും പ്രവൃത്തി കണ്ട അല്ലുവിന് പേടി തോന്നി. ആച്ചിക്ക് കൊല്ലല്ലേ പ്രിൻസ് അല്ലേ പറഞ്ഞു ആച്ചിക്ക് പാവാണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്ന അല്ലുവിനെ കണ്ട് ഇരുവരും പരസ്പരം പിടിവിട്ടു. ആശയാണെങ്കിൽ അല്ലുവിൻ്റെ പ്രിൻസിനെ അന്വേഷിച്ച് ചുറ്റും കണ്ണോടിക്കുന്നുണ്ട്. പക്ഷേ എങ്ങും കണ്ടില്ല. പ്രിൻസ്, നമുക്ക് അകത്ത് പോവാം പ്രിൻസ്, എനിക്ക് കുളിക്കണം. അല്ലു ആ പറഞ്ഞപ്പോഴാണ് ആശയ്ക്ക് കാര്യം കത്തുന്നത്. അത് ശരി, അപ്പം അങ്ങനെയാണ് പ്രിൻസ്. അല്ല, അങ്ങ് ഏത് കൊട്ടാരത്തിലെ പ്രിൻസായിട്ട് വരും? ആശ അർമാനെ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. അത് ഞാനേ എൻ്റെ പെണ്ണിനെ കുളിപ്പിച്ച് വന്നിട്ട് പറയാം. അർമാൻ ആശയ്ക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞുകൊണ്ട് അല്ലുവിനെ ചേർത്ത് പിടിച്ചു. അമ്മൻ, നീയേ ഇപ്പോഴും ഈ പാവത്തിനോട് തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതിലൊരു തീരുമാനമായിട്ട് മതി നീ ഉമ്മ വെക്കലും കുളിപ്പിക്കലൊക്കെയും. നീ ഇവളോടിപ്പോൾ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അതൊക്കെയും സത്യമാണോ? എനിക്കത് അറിയണം. അതോ ചില സിനിമക്കാരെ പോലെ നീയും അവസരം മുതലാക്കുകയാണോ? പെട്ടെന്ന് നിൻ്റെ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നീ വല്ല സ്റ്റാറാ. സിനിമയാണ് നിൻ്റെ ജീവിതം. ഇതൊരു താൽക്കാലിക ഇടവേളയാണെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. വൈകാതെ നിനക്ക് ഇതിനോടൊക്കെ മടുപ്പ് തോന്നാമൻ. അന്ന് നീ ഇവളെ തള്ളിപ്പറയുന്നൊരവസ്ഥ വരരുത്. അതൊരു പാവാണമ്മൻ. അവൾ എവിടെയെങ്കിലും എങ്ങനെയും ജീവിച്ചോളും. ആശ അത്രയും പറഞ്ഞു നിർത്തി. നിനക്കെന്നെ അപ്പോൾ ഇതുവരെയായിട്ടും മനസ്സിലായില്ല അല്ലേ ആശി? ഞാനൊരു സിനിമാ നടനായിരുന്നു, പക്ഷെ ഇപ്പം അല്ല. ഞാനൊരു മനുഷ്യനാശി. നിനക്ക് മനസ്സിലായില്ല അല്ലേ ആശി? ഞാനൊരു സിനിമാ നടനായിരുന്നു, പക്ഷെ ഇപ്പം അല്ല. ഞാനൊരു സിനിമാ നടനായിരുന്നു, പക്ഷെ ഇപ്പം അല്ല. ഞാനൊരു മനുഷ്യനാശി. ഞാനൊരു സിനിമാ നടനായിരുന്നു, പക്ഷെ ഇപ്പം അല്ല. ഞാനൊരു സിനിമാ നടനായിരുന്നു, പക്ഷെ ഇപ്പം അല്ല. ഞാനൊരു മനുഷ്യനാശി.
എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ പെണ്ണാണിവൾ. ഞാൻ കാരണം പെരുവഴിയിലായവൾ. ആ പെണ്ണിനോളം വലുതല്ല എനിക്ക് മറ്റൊന്നും. ഇന്നിപ്പോൾ ഇവളോടൊപ്പമുള്ള ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഒരു പക്ഷേ സിനിമയേക്കാളേറെ എനിക്കിപ്പോൾ ഇവളോട് തോന്നുന്ന വികാരമുണ്ടല്ലോ, അതെന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആശി. ശരിക്കും ശരിക്കും പറഞ്ഞാൽ പ്രണയം എന്താണെന്ന് ഇപ്പോഴാശി ഞാൻ അറിയുന്നത് പോലും. സനയെ ഞാൻ പ്രണയിച്ചിരുന്നില്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. എത്രയും പെട്ടെന്ന് എനിക്കിവളെ എൻ്റേത് മാത്രമാക്കി മാറ്റണം. അതിനെനിക്ക് നിൻ്റെ സഹായം വേണം. അർമാൻ അത്രയും പറഞ്ഞു നിർത്തി. നിക്കാഹാണ് ആദ്യം വേണ്ടത്, ആശയും പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നീ ചെയ്താൽ മതി, പക്ഷെ എത്രയും പെട്ടെന്നാവണം. ഇക്കാര്യം പുറത്ത് ഒരാൾ പോലും അറിയാനും പാടില്ല. അത്രയും പറഞ്ഞ അർമാൻ അവളെയും കൈകളിൽ കോരിയെടുത്ത് മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയ അർമാൻ അവളെ ബെഡിലിരുത്തി വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ ചുംബിച്ചു. ഞാൻ ഈ ഡ്രസ്സ് മാറ്റി തരട്ടെ? അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ടവൻ ചോദിച്ചതും അവൾ ശരി എന്ന പോലെ തലയനക്കി. അവളുടെ കണ്ണിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടവൻ അവളുടെ പിറകിലേക്ക് കൈ ചലിപ്പിച്ചു. അവളുടെ ചുരിദാറിൻ്റെ സിപ്പ് പതിയെ വലിച്ചു താഴ്ത്തി. അവളുടെ മുറിവ് വേദനിക്കാത്ത തരത്തിൽ തോളിൽ നിന്നും ഡ്രസ്സ് താഴ്ത്തി വെച്ചു. അവളുടെ അരയ്ക്ക് മീതെ വരുന്ന ഉടയാടകൾ അവളിൽ നിന്നും വേർപെടുത്തി ബാത്ത് ടവൽ ധരിപ്പിച്ചു. അപ്പോഴേക്കും അവൻ്റെ നോട്ട് അവളുടെ കണ്ണുകളിൽ മാത്രമായിരുന്നു. എൻ്റെ ഇവിടെ എന്ത് പറ്റിയതാ? എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട്, അവൾ തൻ്റെ മുറിവിലൂടെ വിരലൊടിച്ചുകൊണ്ട് ചോദിച്ചതും അത് പെട്ടെന്ന് മാറിക്കോളെന്നും പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിച്ചു. അതിനിടയിൽ അവൾ ധരിച്ചിരുന്ന പലാസോ പാൻറ് അവൻ അവളിൽ നിന്നും വേർപെടുത്തി. മുറിവിന് വെള്ളം തട്ടാതെ കുളിച്ചിട്ട് വരണമെന്നും പറഞ്ഞ് അവനവളെ വാഷ്റൂമിലേക്ക് പറഞ്ഞയച്ചു. കുളി കഴിഞ്ഞിറങ്ങി അല്ലുവിൻ്റെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി ഡ്രസ്സും ധരിപ്പിച്ച് കഴിഞ്ഞതും അവൾ അവൻ്റെ അധരങ്ങളിൽ അമർത്തി മുത്തി. അവളുടെ പ്രവൃത്തി അവൻ്റെ ചുടിയിൽ പുഞ്ചിരി വിരിയിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് പതിവായിരുന്നു. അല്ലുവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നത് അർമാൻ തന്നെയായിരുന്നു. അതവനും ഇഷ്ടമായിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുപോയി. അർമാനും അല്ലുവും തമ്മിലുള്ള ആത്മബന്ധം ഒന്നുകൂടി ദൃഢമായി. ഊണും ഉറക്കവും എല്ലാം ഒരുമിച്ചായിരുന്നു. ചിലപ്പോൾ കുളിയും. അല്ലുവിന് ഏത് നിമിഷവും അവൻ കൂടെ വേണം എന്നായി. അല്ലാത്ത പക്ഷം കൊച്ചു കുഞ്ഞിനെ പോലെ വാശി പിടിച്ചു കരയുമായിരുന്നു. അതിനിടയിൽ ഇരുവരും തമ്മിലുള്ള നിക്കാഹ് ആശി മുൻകൈയെടുത്ത് നടത്തി കൊടുത്തു. എന്നിപ്പോൾ അർമാൻ്റെ സ്വന്തം അല്ലുവാണവൾ. ഇരുവരുടെയും നിക്കാഹ് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ചികിത്സ തുടരുന്നുണ്ടെങ്കിലും അല്ലുവിൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റവും. വെടിയേറ്റ് അവളുടെ മുറിവൊക്കെയും ഉണങ്ങി സുഖം പ്രാപിച്ചു. പതിവ് പോലെ അന്നും ലിവിംഗ് റൂമിലെ സെറ്റിയിലിരുന്ന് അല്ലുവിനുള്ള ഭക്ഷണം വാരിക്കൊടുക്കുകയാണ് അർമാൻ. അതിനിടയിൽ ടി വിയിൽ അവൾ ഡോറയ്ക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പെട്ടെന്നാണ് അർമാൻ ഒരു കോൾ വരുന്നത്. ഫോണിൽ സംസാരിക്കുകയായിരുന്ന അർമാൻ അല്ലുവിനെ വാരി കൊടുക്കുന്നുണ്ട്. കറിയിൽ പച്ചമുളകിൻ്റെ കഷ്ണം ഉണ്ടായത് അവൻ ശ്രദ്ധിച്ചതുമില്ല. പച്ചമുളക് ചവച്ചതും എരിവ് സഹിക്കാനാവാതെ അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു. അന്നേരം അവൾ മറുത്തൊന്നും ചിന്തിക്കാതെ അവൻ്റെ മടിയിൽ കയറിയിരുന്ന് അവൻ്റെ ചുണ്ടുകൾ കവർന്നതും അവൻ്റെ കണ്ണ് മെഴിഞ്ഞു വന്നു. കയ്യിൽ നിന്നും ഫോൺ യാന്ത്രികമായി താഴേക്ക് വീഴുകയായിരുന്നു. അവൾ തൻ്റെ എരിവ് മുഴുവനും അവന് പകർന്നു കൊടുത്തു. അർമാൻ കണ്ണുമടച്ച് ആ ചുംബനം ആസ്വദിക്കുന്ന നേരത്താണ് ദോശ റെഡി എന്നും പറഞ്ഞ് അല്ലുവിനുള്ള ലൈവ് ദോശയുമായി ആശ അങ്ങോട്ട് വരുന്നത്. പടച്ചോനെ, എന്തൊക്കെയായി കൊച്ചു ബംഗ്ലാവിൽ നടക്കുന്നത്? ആശയുടെ പറച്ചിൽ കേട്ടിട്ടാണ് അർമാൻ കണ്ണ് തുറക്കുന്നതും അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റുന്നതും. അത് പിന്നെ എരി വരുമ്പോഴേ പ്രിൻസ് ഇങ്ങനെയാ ചെയ്യാറ് അല്ലേ പ്രിൻസ്? ആശയുടെ നോട്ടം കണ്ട് നഖം കടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അന്നേരത്തെ ആശയുടെ തുറച്ചു നോട്ടം കണ്ട് അർമാൻ നിന്ന് പരങ്ങി. എടാ ഇവളെ ചുമ്മാ. അതെ, മോളിനെ ആഷിക്കയുടെ കൂടെ ഡോറയ്ക്ക് വഴി പറഞ്ഞു കൊടുക്കിട്ടാ. അല്ലേലും പെരുവഴി കാട്ടിത്തരാൻ ആഷിക ബെസ്റ്റാ. എനിക്ക് ഇത്തിരി തിരക്കുണ്ട് എന്നും പറഞ്ഞ അവൻ തൻ്റെ ഫോണും എടുത്ത് നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങി. അതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയതും അവൾ വാടിയ മുഖവുമായി അവനെ തന്നെ നോക്കിയിരിപ്പാണ്. ആ നിമിഷം അവൻ ആഷി കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി ചുണ്ടു കൂർപ്പിച്ച് അവൾക്കൊരു ഉമ്മ പുറത്തു വിട്ടതും അവളുടെ മുഖം വിടർന്നു. അത് കണ്ടതും അവൻ്റെ ഹൃദയം നിറഞ്ഞു. ചെറുചിരിയാലെ അവൻ തൻ്റെ മുറിയിലേക്ക് നടന്നു. അർമാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറി ആരെയോ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് പിന്നീട് പോവുകയായിരുന്നു. അന്ന് വൈകുന്നേരം പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട് ആഷയുടെ കോൾ വന്നതും അർമാൻ ധൃതിയിൽ തിരിച്ചു വരികയായിരുന്നു. സെറ്റിയിൽ ചമ്രം പടിഞ്ഞിരുന്ന് മുഖം വീർപ്പിച്ചിരിക്കുന്ന അല്ലുവിനെ കണ്ട അർമാൻ ആഷയോട് കാര്യം തിരക്കി. അത് പിന്നെ ഡോറയ്ക്ക് വഴി പറഞ്ഞു കൊടുത്ത് മടുത്തപ്പോൾ ചാനൽ മാറ്റി തുടങ്ങി. അതിനിടയിലെ
നിന്റെ മറ്റേ മൂവിയില്ലേ, നീയും കിയാര ഫിലിപ്പും ജോഡിയായി അഭിനയിച്ച ആ ഫിലിം, അതിലെ ഒരു സോങ്ങിൽ നീയും ലവളും കുതിരപ്പുറത്ത് കൂടെ പോകുന്നതും ആടിപ്പാടുന്നതും അതൊക്കെയും കണ്ടപ്പോൾ തുടങ്ങിയതാ ഈ ഇരിപ്പ്. ഇവളെ കൂട്ടാതെ നീ ഏതോ പെണ്ണിനെയും കൊണ്ട് കുതിരസവാരിക്ക് പോയെന്നും അവളെ കെട്ടിപ്പിടിച്ചെന്നും മലമുകളിൽ പോയി ഡാൻസ് ചെയ്തെന്നും പറഞ്ഞ് ഒരേ കരച്ചിലായിരുന്നു. ആഷി പറഞ്ഞു തുടങ്ങി. എടാ നിനക്ക് പറഞ്ഞൂടായിരുന്നോ? അർമാൻ നെറ്റിത്തട അമർത്തി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്ത്? അത് നീയല്ലെന്നും നിന്റെ ആഭരണാണെന്നോ? ആഷി പറഞ്ഞത് കേട്ടതും അർമാൻ അവനെ ദഹിപ്പിച്ചു നോക്കി. അത് മാത്രമല്ല, അതിൽ നിങ്ങളുടെ ലിപ് ലോക്ക് കൂടി ഉണ്ടായിരുന്നു. എന്തൊരു ഒറിജിനാലിറ്റി ആണെന്നോ. അല്ല, നിനക്കും ടോവിനോയ്ക്കും ഇക്കാര്യത്തിൽ വല്ലാത്തൊരു ആത്മാർത്ഥതയാണല്ലോ. അല്ല, ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, നിനക്കേ ആ കിയാരയോടൊരു ക്രഷ് ഉണ്ടോയെന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. അതിനിടയിൽ ആശ അവനിട്ടൊന്ന് താങ്ങി. ഈ പൊട പട്ടി, അർമ്മ അവൻ്റെ കാലിനിട്ട് ചവിട്ടി ഞരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ലിപ് ലോക്ക് കണ്ടപ്പോൾ ഞാൻ നൈസായിട്ട് ചാനൽ മാറ്റാൻ നോക്കിയതാ. എന്ത് ചെയ്യാൻ, ആ പണ്ടാരം പിടിച്ച റിമോട്ട് വർക്കാവണ്ടേ. അത് മാത്രമല്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടെന്ന് നോക്കാനേ അവൾ ചാനൽ മാറ്റാതെ ടി വിക്ക് മുന്നിൽ കുത്തിയിരുന്ന് നിരാഹാര സമരം വരെ തുടങ്ങി. ആ കാത്തിരിപ്പേ വെറുതെ ആയതുമില്ല. നീ ഏറിലായതുകൊണ്ടാണെന്നറിയില്ല. അർമാൻ ഹിറ്റ്സ് എന്നും പറഞ്ഞേ അടുത്ത 5 സോങ്സും നിന്റെ പടത്തിലെ തന്നെ ആയിരുന്നു. നീയും ശ്രേയാവർമ്മയും പേരായ മൂവി സോങ് കണ്ട് ഇവിടെ തന്നെ റിമോട്ട് എറിഞ്ഞ് പൊട്ടിച്ചപ്പോൾ എനിക്ക് തൃപ്തിയായി. അതിലെ ഒറ്റ സോങ്ങിൽ നിങ്ങളുടെ ലവ് മാരേജ്, പ്രഗ്നൻസി ടൈം ആൻഡ് ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ റിയലാണെന്ന് കരുതിയാണ് ഇപ്പോഴുള്ള അയിരുത്തം. ഇതുവരെ ഒന്നും കഴിച്ചതുമില്ല. ആഷി പതിയെ പറഞ്ഞു. എടാ നിനക്ക് പറഞ്ഞൂടായിരുന്നോ? എന്ത്, നീ വല്ല സിനിമാ നടനാണെന്നോ? അതും കൂടി കേട്ടിട്ട് വേണം നിന്റെ മൊത്തം പടം കുത്തിയിരുന്ന് കാണാൻ. ആഷി പറയുന്നത് കേട്ടത് അർമാൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അവളുടെ അരികിലേക്ക് നടന്നു. തൻ്റെ അരികിലേക്ക് വരുന്ന അർമാനെ കണ്ടതും കുഷനെടുത്ത് അവൻ്റെ മേലേക്ക് എറിഞ്ഞു. മുഖം വീർപ്പിച്ച് മുറിയിലേക്ക് നടന്നു. അവളുടെ പ്രവൃത്തി കണ്ടതും അർമാൻ പിന്നാലെ ചെന്നു. മുറിയിലെത്തിയ അല്ലു ബെഡിൽ കമഴ്ന്ന് തലയണയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അർമാൻ അങ്ങോട്ട് വരുന്നത്. ഡോർ അടച്ച് ലോക്കിട്ട് അവളുടെ അരികിൽ വന്നിരുന്ന് അവളുടെ കാലിനടിയിൽ ഇക്കിളി കൂട്ടിയതും അവൾ ചുണ്ട് കൂർപ്പിച്ച് അവനെ നോക്കി. ആ നിമിഷം അവനവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചതും അവൾ അവനെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിട്ടു തലയണ കൊണ്ട് അടിക്കാൻ തുടങ്ങി. ആദ്യം അവനത്തിന് അടി കൊണ്ടുവെങ്കിലും പിന്നീട് അവൻ അവളുടെ കൈ രണ്ടും ലോക്ക് ചെയ്ത് വെച്ച് അവളുടെ മേലെ അമർന്നു. അവൾ കുതറി മാറാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. അവൻ അവളെയും കൊണ്ട് ബെഡിലൂടെ 1-2 പ്രാവശ്യം മറിഞ്ഞു. എന്താ എൻ്റെ തുമ്പിക്കുട്ടിയുടെ പ്രശ്നം? അവളുടെ മൂക്കിൽ മൂക്കൊരസിക്കൊണ്ട് അവൻ ചോദിച്ചു. വേണ്ട, ഞാൻ പിണക്ക. എന്നെ ഇവിടെ തനിച്ചാക്കി അവളെയും കൊണ്ട് കുതിരപ്പുറത്ത് കറങ്ങിയില്ലേ. എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പരിഭവിച്ചുകൊണ്ട് അവൾ അത്രയും പറഞ്ഞു നിർത്തി. കെട്ടിപ്പിടിച്ചിട്ട് ബാക്കി കൂടെ പറ. അർമാൻ ചെറുചിരിയാൽ അവളുടെ ഇരു കവിളും പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ പറയില്ല, അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. എന്നാ ഞാൻ കാണിച്ചു തരാം. അതും പറഞ്ഞ് അവളുടെ അധരങ്ങൾ വായ്ക്കുള്ളിലാക്കി അവൻ നുണയാൻ തുടങ്ങി. അവളിൽ നിന്നുള്ള എതിർപ്പുകൾ വകവെക്കാതെ അവൻ അവളുടെ അധരങ്ങൾ നുണഞ്ഞുകൊണ്ടിരുന്നു. ദീർഘചുംബനത്തിന് ശേഷം അവൻ അവളുടെ അധരങ്ങൾ മോചിപ്പിച്ചു. കിതപ്പടയ്ക്കാനാവാതെ അപ്പോഴേക്കും അവൾ തളർന്നിരുന്നു. എന്തെൻ്റെ ഐഷുമ്മ ഒന്നും മിണ്ടാത്തെ? ഇപ്പോഴും പിണക്ക? അവൻ കുറുമ്പോടെ ചോദിച്ചു. ഇത് മാത്രമല്ല, ഞാൻ വേറെ പലതും കണ്ടിരുന്നു. ആരവള്? അല്ലു പരിഭവിച്ചു. എൻ്റെ ഐഷുട്ടിയെ, അത് ഞാനല്ല, എൻ്റെ ട്വിൻ ബ്രദറാ. അവനെ വലിയ സിനിമാ നടനാ. അർമാൻ താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി കള്ളം പറഞ്ഞു. അപ്പം ആ വാവ അതോ? എനിക്കും വേണം അതുപോലൊരു വാവ. ആഹാ, ഐഷമ്മക്ക് വാവയാണ് വേണ്ടേ? ഞാൻ തരാലോ. ഞാൻ എപ്പോഴേ റെഡിയാ. പക്ഷേ ഞാൻ പറയുന്നതൊക്കെ ഇയാൾ കേൾക്കണം. മീശത്തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ടവൻ പറഞ്ഞതും അവൾ നിഷ്കളങ്കമായി തലയനക്കി. പ്രിൻസ്, എനിക്ക് അതുപോലത്തെ സുന്ദരി വാവ മതി കേട്ടോ. സമ്മതിച്ചു. എന്നാൽ ഞാൻ അവിടെ ഒരു ഉമ്മ തരാം. അപ്പോൾ പെട്ടെന്ന് വാവ വന്നോളും. അവളുടെ മൂക്കിലൂടെ താഴേക്ക് വിരലൊടിച്ചുകൊണ്ടവൻ പറഞ്ഞു. എവിടെയാ ഉമ്മ തരുന്നേ? അവൾ ചോദിച്ചു. അപ്പോഴേക്കും അവൻ്റെ വിരൽ താടിത്തുമ്പിലൂടെ തൊണ്ടക്കുഴി വഴി കഴുത്തിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്നും അവളുടെ മൃദുലതയിലൂടെ
അവൻ്റെ വിരൽ താഴേക്ക് സഞ്ചരിച്ചു തുടങ്ങി. ആ നിമിഷം അവളുടെ ഹൃദയതാളം പതിയെ പതിയെ ഉയർന്നു തുടങ്ങി. അവൻ്റെ കൈവിരൽ അവളുടെ ടോപ്പിൻ്റെ സൈഡ് കട്ടിലൂടെ അവളുടെ അണിവയറിലേക്ക് ഇഴഞ്ഞു നീങ്ങിയതും അവളുടെ ശരീരം വിറപൂണ്ടു. അവൻ തൻ്റെ കൈവിരലിനാൽ അവിടം കുസൃതി കാട്ടി തുടങ്ങി. ഒപ്പം ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന അവൻ്റെ ആ നോട്ടവും അതവളിൽ നാണം വിരിയിച്ചു. അവളുടെ മുഖത്ത് ചുവപ്പ് രാശി പടർന്നു. അതവൻ മതി വരുവോളം നോക്കി നിന്നു. അവളുടെ പിടയ്ക്കുന്ന മെഴികളോട് അവന് വല്ലാത്തൊരു പ്രണയം തോന്നി. ഞാനേ ഇവിടെയാവുമ്പോൾ തരാൻ പോകുന്നത്, തരട്ടെ? അവളുടെ കണ്ണിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടവൻ ചോദിച്ചതും അവൾ വിറയലോടെ തലയനക്കി സമ്മതം അറിയിച്ചു. അവൻ്റെ ആ സാമീപ്യം അവളിൽ പേരറിയാത്ത എന്തൊക്കെയോ വികാരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. വാവ വരുമല്ലോ അല്ലേ? അതിനിടയിൽ അവൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഉറപ്പായും വരും, പക്ഷേ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കണം. അവളുടെ ചോദ്യത്തിന് അവൻ ചെറുചിരിയാലെ മറുപടി പറഞ്ഞു. അതിനിടയിൽ അവൻ അവളുടെ ടോപ്പ് പൊക്കി വെച്ചിരുന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ അണിവയറിലേക്ക് നീണ്ടു. ആ നിമിഷം അവൻ്റെ കണ്ണുകൾ വിടരുന്നത് അവൾ കൗതുകത്തോടെ നോക്കി നിന്നു. അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ വയറിൽ നാവിച്ചുഴിക്ക് മേലെയായി അമർന്നിരുന്നു. ആ നിമിഷം അവളുടെ കണ്ണുകൾ അറിയാതെ കൂമ്പി അടഞ്ഞുപോയി. അവൻ്റെ താടിയും മീശയും അവളുടെ വയറിൽ മുള്ളുപോലെ കുത്തിയിറങ്ങി അവൾക്ക് സുഖമുള്ള നോവ് സമ്മാനിച്ചു. അവൻ തൻ്റെ നാവ് കൊണ്ട് അവളുടെ നാവിച്ചുഴിക്ക് ചുറ്റും കളം വരച്ചതും പെരുവിരൽ ബെട്ടിലൂന്നി അവളൊന്നുയർന്നു പൊങ്ങി. അടിവയറ്റിൽ നിന്ന് 1000 ചിത്രശലഭങ്ങൾ പറന്നുയരുന്നത് പോലെ അവൾക്ക് തോന്നി. അവൻ്റെ ചുണ്ടും നാവും അവിടം അനുസരണയില്ലാതെ അലഞ്ഞു നടന്നു. അടുത്ത നിമിഷം അവൻ തൻ്റെ നാവിനാൽ അവളുടെ ചുഴിയുടെ ആഴം അളന്നതും അവൾ അവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു. ആ നിമിഷം അവൻ തൻ്റെ മുഖമുയർത്തി അവളെ നോക്കിയതും അവൾ വേണ്ട എന്ന പോലെ തലയനക്കി. അവൻ ഒന്നുകൂടെ അവളുടെ വയറിൽ അമർത്തി ചുംബിച്ചു. അന്നേരം അവളൊന്ന് പിടഞ്ഞു പോയിരുന്നു. അവളുടെ മുഖത്തോട് മുഖമടുപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ നെറുകയിൽ മൃദുവായി ചുംബിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്താലേ വാവയെ കിട്ടത്തുള്ളൂ, അവളുടെ കീഴ്ച്ചുണ്ട് തഴുകിക്കൊണ്ടവൻ പറഞ്ഞു. ശരിക്കും? അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. ശരിക്കും. അവളുടെ മാറിയ ചുഴിയിലൂടെ ടോപ്പിനുള്ളിലേക്ക് തൻ്റെ ചൂണ്ടിവിരൽ ചലിപ്പിച്ചുകൊണ്ടവൻ പറഞ്ഞതും അവൾ കിക്കിലിയായി. അവൾ അവൻ്റെ ആ വിരലിൽ പിടുത്തമിട്ടു. അയ്യേ, ഈ പ്രിൻസ് എന്തൊക്കെയായി കാണിക്കുന്നേ? എനിക്ക് നാണം വരുക. ആണോ? നിൻ്റെ ഈ നാണം കാണാനേ എനിക്കിഷ്ടമാണെങ്കിലോ? അവൻ തൻ്റെ മറുകൈയാൽ അവളുടെ ഇടത് മാറിനെ ഞെരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നീങ്ങിപ്പോയിരുന്നു. ആ നിമിഷം അവൾ താൻ പിടിച്ചു വെച്ചിരിക്കുന്ന അവൻ്റെ വിരലിലേക്ക് ഒരു കടി വെച്ച് കൊടുത്തതും അവനിൽ വേദന നിറഞ്ഞു. അവൻ തൻ്റെ കൈ പിൻവലിച്ചുകൊണ്ട് കൃത്രിമ ദേഷ്യത്തോടെ അവളെ തുറച്ചു നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും അവൾക്ക് ചിരിയാണ് വന്നത്. അവളുടെ ചിരി കാണവേ അവനിൽ വാശി നിറഞ്ഞു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ നേരിയ എതിർപ്പുകൾ വകവെക്കാതെ അവൻ അവിടെ മുഖമൊട്ട് രസി ചുംബിക്കാൻ തുടങ്ങി. പതിയെ പതിയെ അവൾ അവനെ കീഴ്പ്പെട്ട് തുടങ്ങി. അല്ലുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തൊട്ടടുത്ത ദിവസം തന്നെ അർമാൻ അവിടുത്തെ ഒരു ഫാമിൽ നിന്നും കുതിരയെ വാങ്ങിയിരുന്നു. സിനിമയ്ക്ക് വേണ്ടി അർമാൻ നേരത്തെ ഹോഴ്സ് റൈഡിംഗ് പരിശീലിച്ചിരുന്നു. കുതിര അവനുമായി ഒന്ന് ഇണങ്ങിയ ശേഷം അവൻ അല്ലുവുമായി സവാരിക്കിറങ്ങി. കുതിരയുടെ ഫ്രണ്ടിലായി അവളെ തനിക്ക് അഭിമുഖമായി ഇരുത്തി പതിയെ അവരെ സവാരി തുടങ്ങി. അവൾ അവൻ്റെ വയറിലൂടെ കയറ്റിയിറക്കി പുണർന്നുകൊണ്ട് കുതിര സവാരി ആസ്വദിച്ചു തുടങ്ങി. അതിനിടയിൽ അവൻ്റെ കുറുമ്പ് നിറഞ്ഞ റൊമാൻസ് അവളും ആസ്വദിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും അവളെ നേരെ ഇരുത്തി കുതിരയെ ഒന്നുകൂടെ വേഗത്തിൽ പായിച്ചു. അന്നേരം അവൾ അവനോട് ഒട്ടിച്ചേർന്നിരുന്നു. ഇരുവരുടെയും സവാരി ധ്രുവിൻ്റെ കൂട്ടുകാരുടെ കണ്ണിൽ പെട്ടതും അപ്പോൾ തന്നെ അവർ ധ്രുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ധ്രുവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ അർമാനെ പിന്തുടർന്നു. മോളെ, വിശന്നിട്ടാണെന്ന് തോന്നുന്നു, കുഞ്ഞ് കരയുന്നുണ്ട്. അർമാൻ്റെ ഉമ്മയുടെ സ്വരം കേട്ടിട്ടാണ് അർമാൻ പഴയ ഓർമ്മകളിൽ നിന്നുണരുന്നത്. അവൻ കഥ പറച്ചിൽ നിർത്തി. അമാലിനോട് കുഞ്ഞിനടുത്ത് വണ്ടിയിൽ പോയിരിക്കാൻ പറഞ്ഞതും അവൾ ഉമ്മയോട് യാത്ര പറഞ്ഞ് കുഞ്ഞുമായി വണ്ടിക്കരികിലേക്ക് നടന്നു. അപ്പോഴേക്കും അവൻ വണ്ടിയുടെ ലോക്ക് എടുത്തിരുന്നു. അവൾ വണ്ടിയിലിരുന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ തുടങ്ങി. അവളുടെ മനസ്സ് നിറയെ കുറച്ചു മുൻപ് അവൻ പറഞ്ഞ അവൻ്റെ കഥയിൽ അല്ലുവായിരുന്നു. തന്നെപ്പോലൊരു പാവം പെണ്ണ്. അല്ലുവിനോടുള്ള അർമാൻ്റെ പ്രണയം അവളെ അത്ഭുതപ്പെടുത്തി. അത്രമേൽ വെറുത്തിരുന്ന അല്ലുവിനെ അർമാൻ ഇത്രയും സ്നേഹിച്ചുവെങ്കിൽ ഒരു പക്ഷെ തന്നെ അവൻ സ്നേഹിക്കുമോ? അവൾ അറിയാതെ ആശിച്ചു പോയി. അതേ നിമിഷം അവളുടെ കൈവിരൽ നേരത്തെ അവൻ ചാർത്തിയ മഹറിലേക്ക് നീണ്ടു. ഒരു നിമിഷം അവൾക്ക് അല്ലുവിനോട് അസൂയ തോന്നി.
തന്നെ ഇതുപോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവൾ അറിയാതെ ആഗ്രഹിച്ചു പോയി. താൻ എന്തൊക്കെയായി ചിന്തിക്കുന്നത്? അവൾ സ്വയം നെറ്റിക്കടിച്ചുകൊണ്ട് അതൊക്കെയും തെറ്റാണെന്ന് സ്വയം പറഞ്ഞു പഠിപ്പിച്ചു. തൻ്റെ പ്രവൃത്തി തുടർന്നു. വേണ്ട, ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. ഞങ്ങൾ പിരിയേണ്ടവരാണ്. പക്ഷെ തനിക്ക് കുഞ്ഞിനെ പിരിയാൻ പറ്റുമോ? അവൾ സ്വയം ചോദിച്ചു. ആ നിമിഷം അവളുടെ കണ്ണറിയാതെ നിറഞ്ഞു തുടങ്ങി. അവൾ തൻ്റെ കൈവിരലിനാൽ ആ കുഞ്ഞിൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞത് ഉമ്മയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതിയ അർമാൻ തൻ്റെ ഉമ്മയുമായി വണ്ടിക്കരികിലേക്ക് വന്നു. ഉമ്മ പിൻസീറ്റിൽ കയറിയിരുന്നു. അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഡോർ അടച്ചു. ഡോർ അടയുന്ന ശബ്ദം കേട്ടിട്ടാണ് അമാൽ ചിന്തയിൽ നിന്നുണരുന്നത്. അവൻ്റെ കണ്ണുകൾ തന്നിലേക്ക് നീളുന്നത് കണ്ടപ്പോഴാണ് താൻ കുഞ്ഞിന് പാലൂട്ടുന്ന കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത് പോലും. ഷോൾ കൊണ്ട് മറച്ചിരുന്ന മാറിടം അനാവൃതമാണ്. കുഞ്ഞിക്കയാലെ ഷോൾ വലിച്ചു നീക്കിയത് അവൾ അറിഞ്ഞിരുന്നില്ല. അവൻ പെട്ടെന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു. അവളൊരു തരം പിടച്ചിലോടെ ഷോൾ നേരെയാക്കി. കുഞ്ഞു ഉറങ്ങിയെന്ന് തോന്നിയത് അവൾ ഫീഡിങ് നിർത്തി. അന്നേരം മതി വരാത്ത പോലെ കുഞ്ഞ് അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി കരയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ കുഴങ്ങി. അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഉമ്മ കാര്യം തിരക്കി. അവൾ എങ്ങനെയൊക്കെയോ കാര്യം പറഞ്ഞൊപ്പിച്ചു. കുഞ്ഞിനെ കരയിപ്പിക്കല്ലേ മോളെ എന്നുള്ള ഉമ്മയുടെ പറച്ചിലിനെ മാനിച്ച് അവൾ എങ്ങനെയൊക്കെയോ കുഞ്ഞിനെ പാലൂട്ടി തുടങ്ങി. അതിനിടയിൽ അവളുടെ കണ്ണുകൾ അവനിലേക്ക് നീളുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഉമ്മയെ വീടിനടുത്ത് ഡ്രോപ്പ് ചെയ്ത് തിരികെ വരാൻ നേരം കുഞ്ഞു ഉറങ്ങിയായിരുന്നു. അപ്പോഴും അവൻ ചിന്തയിലായിരുന്നു. ബാക്കി കഥ പറഞ്ഞില്ലല്ലോ. അമാലിൻ്റെ ചോദ്യമാണ് അവനെ ചിന്തയിൽ നിന്നുണർത്തിയത്. ബാക്കി കഥയോ? ഇനി വരുന്നതേ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റാണ്. അല്ല, സെക്കൻഡ് നൈറ്റ്. ഒരു 1.5 റൊമാൻറ്റിക് നൈറ്റാണ് അവൾ എനിക്ക് സമ്മാനിച്ചത്. അത് നിന്നോട് എങ്ങനെയാ പറയാ? അവൻ്റെ ആ പറച്ചിൽ അവളെ വേദനിപ്പിച്ചെങ്കിലും അവളൊരു ചെറുചിരിയിൽ അത് ഒതുക്കി. അപ്പോൾ ആ വില്ലന്മാർ? വേദന മറച്ചു പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അതൊക്കെ പറയാം. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അപ്പോൾ പിന്നെ ആ ഡേ ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ? നീ ഒന്ന് സഹകരിച്ചാൽ മതി. അപ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. അല്ല, ഈ കഥ പറച്ചില്ലേ? അവൻ്റെ ആ പറച്ചിലിൽ അവൾ പകച്ചു പോയിരുന്നു. ഒരുതരം പിടച്ചിലോടെ അവൾ അവനെ നോക്കിയതും അവൻ ഉറക്കെ ചിരിച്ചു. എന്താ, പേടിച്ചു പോയോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അതുപോലൊരു രാത്രി നിനക്കെന്നല്ല ഇനി മറ്റൊരാൾക്കും തരാൻ പറ്റില്ല. അന്ന് ആ രാത്രിയിലെ അവൾ എനിക്ക് സമ്മാനിച്ച പ്രണയ നിമിഷത്തിന് പകരം വെക്കാൻ മറ്റൊരു രാത്രിക്കും ആവില്ല. അർമാനത് പറഞ്ഞതും അവളിൽ ആശ്വാസം നിറഞ്ഞു. എന്തായാലും വീടെത്താറായില്ലേ, ബാക്കി കഥ രാത്രിയിലാവാം എന്നും പറഞ്ഞ് അവൻ അവൾക്ക് ചെറുപുഞ്ചിരി സമ്മാനിച്ചു. തിരികെ അവൾ അവനൊരു കൃത്രിമ പുഞ്ചിരി നൽകിയെങ്കിലും അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു.